ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ യാത്ര കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ്. മെയ് മാസം കഴിഞ്ഞാൽ ഇവിടെ പൂത്തു തുടങ്ങുന്ന ആമ്പൽപ്പൂക്കൾ കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. രാവിലെ തന്നെ നല്ല തണുപ്പും മഴയൊക്കെ നിറഞ്ഞൊരു കാലാവസ്ഥയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 7 മണിയോടുകൂടി പുറപ്പെട്ട് രാത്രി 12 മണിക്ക് കോട്ടയത്തെത്തി അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് രാവിലെ 6 മണിക്ക് വീണ്ടും യാത്ര തുടങ്ങി മലരിക്കലേക്ക്. പത്ത് മണി കഴിഞ്ഞാൽ ആമ്പൽപ്പൂക്കളൊക്കെ മുട്ടായി പോകും എന്നതുകൊണ്ടാണ് രാവിലെ തന്നെ പോകുന്നത്. നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഈ ട്രാവലർ എല്ലാം മലരിക്കലേക്ക് ഉള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്ക് കാണാനാണ് സാധ്യത. ഈ പാലം കയറി ഇറങ്ങിയാൽ തൊട്ടപ്പുറത്താണ് മലരിക്കൽ എന്ന ആ സുന്ദര ഗ്രാമം. തിരുവാർപ്പ് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ സ്ഥലം ഉള്ളത്. കോട്ടയം ജില്ലയിലാണെങ്കിലും ഈ സ്ഥലം കണ്ടാൽ ചിലപ്പോൾ കുട്ടനാട് പോലെയൊക്കെ നമുക്ക് തോന്നും. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തിനപ്പുറം ആലപ്പുഴ ജില്ലയാണ്. ഈ 2 ജില്ലകളെ തമ്മിൽ വേർതിരിക്കുന്നത് വേമ്പനാട്ട് കായൽ കൂടിയാണ്. നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ വള്ളത്തിൽ കൊണ്ടുപോകാനായി ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് എത്താറുണ്ട്. പക്ഷെ അതിലൊന്നും പെട്ടുപോകരുത്. ശരിക്കുമുള്ള കാഴ്ചകൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ പാലം കാണാം. അതിനപ്പുറത്തേക്കാണ് ശരിക്കും ആമ്പൽപ്പൂക്കൾ ഉള്ളതും നല്ല കാഴ്ചകളുള്ളതും അവിടെയാണ്. അവിടെ ലാൻഡ്മാർക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഗുരുമന്ദിരം കാണാം. അതൊന്ന് ശ്രദ്ധിച്ചു പോയാൽ മാത്രം മതി. പക്ഷെ നമുക്ക് അത് അറിയാത്തത് കൊണ്ട് തന്നെ പറ്റിക്കപ്പെട്ടു. ഒരാൾ നമ്മളെ കൊണ്ടുപോയത് ആമ്പൽപ്പൂക്കൾ വളരെ കുറവുള്ള ഒരു സ്ഥലത്തേക്കാണ്. ചെറിയ വള്ളത്തിൽ കുറച്ചു ദൂരം പോകുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ് ഇവിടെ നിന്ന് ഇവർ വാങ്ങിക്കുന്നത്. അതും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഉള്ളിലേക്ക് എഞ്ചിനുള്ള ബോട്ടിലാണ് കൊണ്ടുപോകുന്നത്. അതൊരു ഗ്രൂപ്പിന് ഏകദേശം 1000 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. അത് 6 മുതൽ 7 പേരെ വരെ നമുക്ക് അതിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിന് പക്ഷേ പ്രത്യേക സമയപരിധിയൊന്നുമില്ല. അങ്ങനെ നമ്മളും ഒരു ബോട്ട് എടുത്ത് കുറച്ചുള്ളിലേക്ക് യാത്ര പോയി. ശരിക്കും ഇതൊരു നെൽപ്പാടമാണ്. വിളവെടുപ്പ് കഴിഞ്ഞ 6 മാസത്തേക്ക് ഈ പാടത്ത് വെള്ളം കെട്ടി നിർത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇത് സ്വാഭാവികമായി വളരുന്നതാണ് ഈ ആമ്പൽ ചെടികൾ. നാട്ടുകാർക്ക് ഇത് ആദ്യം ഒരു കൗതുകമായിരുന്നത് ഇപ്പോൾ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എത്തി എന്നതാണ് സത്യം. മെയ് ജൂൺ മാസത്തിൽ പൂത്തു തുടങ്ങുന്ന ആമ്പൽ ഓണം വരെ ഇവിടെ കാണും എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ നമ്മളോട് പറഞ്ഞത്. വരുന്ന ടൂറിസ്റ്റുകൾ പറിച്ച് നശിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ഭംഗി പിന്നീട് കുറഞ്ഞു വരുന്നത്. ഏകദേശം 500 ഏക്കറോളം വരും ഈ പാടം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈയിടെ പുറത്തിറങ്ങിയ നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ ആ പാട്ടിൽ കാണിക്കുന്ന പ്രധാന ലൊക്കേഷൻ കൂടിയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇനിയുള്ള കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടുനോക്കും.
ഇതാണ് നേരത്തെ പറഞ്ഞ ആ പ്രധാന സ്പോട്ട് എന്ന് പറയുന്നത്. ഈ പാലം കയറി ഇറങ്ങി അപ്പുറത്ത് പോകുമ്പോൾ തിരക്ക് വളരെ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ചേച്ചി ആമ്പൽ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കാണാം. ഒരു കെട്ട് ആമ്പലിന് അവർ 30 രൂപയാണ് നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നത്. കുട്ടനാടിനെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഒഴുക്ക് വെള്ളത്തിൽ നീന്തി തുടിക്കുന്ന താറാക്കൂട്ടം, പച്ചപ്പ് നിറഞ്ഞ പാടം, എല്ലാം നമ്മൾ കുട്ടനാട് ശരിക്കും ഓർത്തു. അത്രയും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ഗുരുമന്ദിരം. നിങ്ങൾ വരുമ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാണ് വരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഗുരുമന്ദിരം ഉള്ള ഒരു സ്പോട്ടാണ്. കൃത്യം ഇവിടെ തന്നെ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെയാണ് ഏറ്റവും നല്ല കാഴ്ചകളുള്ളത്. ഇവിടെയുള്ള കാഴ്ചകൾ കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. മലരിക്കൽ ഇനി അഥവാ വരാൻ ഉദ്ദേശിക്കുന്നവർ പരമാവധി രാവിലെ ഒരു 6-7 മണിക്ക് എത്താൻ കണക്ക് തന്നെ വരണം. 10 മണിയായി കഴിഞ്ഞാൽ ഈ പൂക്കളൊക്കെ മൊട്ടായി പോകും. അതുകൊണ്ടാണ് എല്ലാവരും രാവിലെ തന്നെ വരാൻ പറയുന്നത്. ഈ സ്പോട്ടിൽ എത്താൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കും. മലരിക്കൽ കാഴ്ചകൾക്ക് ശേഷം നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.